പറഞ്ഞു ഒന്നുകൂടെ ട്രൈ ചെയ്യാം, ഞാൻ വേണമെങ്കിൽ മുതിർന്ന കയറി കാണാം. CID ഓഫീസർ റാങ്ക് ലിസ്റ്റുള്ള ഒരാൾ ആരോ ഒരു മുതിർ അതിനകത്ത് സൈൻ ചെയ്യണം. പുള്ളി ഓൾറെഡി അവിടെ ഉണ്ട്. ഞാൻ സാർ എനിക്കൊരു ചാൻസ് തന്നാൽ ഞാൻ കയറി പുള്ളിൻ്റെ അടുത്ത് സംസാരിക്കാം, എനിക്കൊരു അവസരം തരാം. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് അങ്ങനെ കാണാൻ പറ്റത്തില്ല, അപ്പോയിൻമെൻറ്റ് എടുക്കണം, അതാണ് ഇതാണ്. ഞാൻ എൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്, എനിക്കൊരു ചാൻസ് തന്നാൽ ജസ്റ്റ് ഒന്ന് ഞാൻ സംസാരിച്ചോടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ അവിടെ മാറിയിരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റിയിരുത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ഓഫീസിലോട്ട് വിളിച്ചിട്ട് എനിക്ക് പുള്ളി ഇങ്ങനെ ഷൈക്കാൻഡ് തന്നിട്ട് പറഞ്ഞാൽ നീ ഭയങ്കര ലക്കാണ്, എനിക്ക് നിൻ്റെ പേപ്പർ കൊടുത്തപ്പോൾ തന്നെ പുള്ളി സൈൻ ചെയ്തെന്നാണ് പറഞ്ഞത്. പുള്ളി വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ കൊടുത്ത പേപ്പർ ആപ്ലിക്കേഷൻ ഫോമിൽ പുള്ളി ഞാൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളി ഓൾറെഡി CID ഓഫീസർ അതിനകത്ത് സൈൻ ചെയ്യേണ്ട വ്യക്തി ഓൾറെഡി സൈൻ ചെയ്തു. 7 ദിവസം കൊണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ PCCയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരു ദിവസം പോലും സമയമില്ലാതെ ഒരു 5-6 മണിക്കൂർ പോലും സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. സർട്ടിഫിക്കറ്റ് എനിക്ക് എഴുതി അവർ കയ്യിലാണ് തന്നത്. ഞാൻ അവിടെ നിന്ന് ശരിക്കും ഷോക്ക് അടിച്ച പോലെ പോയി. കാരണം ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ 1 ലക്ഷം രൂപയാണ് ആ പേപ്പറിന് പറഞ്ഞത്. 1 ലക്ഷം രൂപ വരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കിൾ ചോദിച്ചപ്പോൾ PCCയുടെ പേപ്പർ തരുന്നില്ല, ഖത്തർ ഗവൺമെൻറ് കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ പേപ്പർ നിസ്സാര സമയം കൊണ്ട് ഞാൻ അവിടെ പോയിരുന്ന 2-3 കൊന്ത ചൊല്ലുന്ന എൻ്റെ ഒരു ഓർമ്മ. അത്രയും ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ പേപ്പർ കൃത്യമായിട്ട് എനിക്ക് ആ PCC എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ എനിക്ക് അപ്പോൾ PCC റെഡിയായി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. 12 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതിനകത്ത് മിനിമം 6 മന്തെങ്കിലും ലാസ്റ്റ് വർക്ക് ചെയ്ത 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റെങ്കിലും വേണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ബാങ്കിൽ പോയി ഞാൻ അവിടെ അവരുടെ ബ്രാഞ്ചിൽ ചെന്നപ്പോൾ പുള്ളി എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയിൽ വിസ ഉണ്ട്, അത് വെച്ച് നോക്കിയിട്ട് സിസ്റ്റത്തിൽ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല. 12 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എന്തെങ്കിലും വഴിയുണ്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കിട്ടിയാലേ പറ്റുള്ളൂ, വിസ പ്രോസസ്സിങ്ങിന് ഇതിന് അത്യാവശ്യമായ ഒരു സാധനം, അപ്പോൾ അത് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം അതില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ 12 വർഷം മുമ്പുള്ള ഫയലൊക്കെ അവർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിക്കളയും, പിന്നെ അത് വേറെ ഫയലിലോട്ട് അവർ മാറ്റും. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് IT സെക്ഷനിൽ പെട്ട മുതിർമാരൊക്കെ ഒരുപാട് സൈനുകളും കാര്യങ്ങളും അനുവാദങ്ങളും ഇല്ലാതെ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയും ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങനെ പിന്നെ പ്രശ്നങ്ങളിലേക്കാണ് പോണത്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇതേപോലെ ഒരു കൊന്ത ചൊല്ലി. അപ്പോൾ ഭയങ്കര തടസ്സങ്ങൾ പോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഭയങ്കര. അപ്പോൾ ഞാൻ പുള്ളിയോട് സാർ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ കണ്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള എന്തെങ്കിലും ഒരു പോകും വഴി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഹെഡ് ഓഫീസിലോട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, നീ അയാളെ പോയി കാണുമെന്ന് പറഞ്ഞു. ഹെഡ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞു സാറിന് പുള്ളി മലപ്പുറത്തുള്ള ഒരു മലയാളിയാണ്. പുള്ളിനെ പോയി കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ ഇന്ന് പോയിട്ട് നാളെ വാ, ഞങ്ങളത് അവരുടെ ഫയലിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറേ ആൾക്കാരുടെ സൈൻ വേണം, അത് IT സെക്ഷനിലെ ആൾക്കാർക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീ പോയിട്ട് വാന്ന് പറഞ്ഞു. നാളെ എന്തായാലും വാ, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു, നോക്കട്ടെ അവരെന്താ പറയണമെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ അപ്പോൾ കാര്യങ്ങൾ പിന്നെ നമ്മൾ പറയുന്നുണ്ട് 7 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പേപ്പറെല്ലാം കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ ബാങ്കിൽ